2026 പുതുവർഷത്തിലെ രാശിക്കൂറ് ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മേടൻ രാശിയുടെ കൂറുഫലമാണ്. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഈ നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 3-ലും 2026 ജൂൺ 2-ന് ശേഷം വേഴം 4-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഈ കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണെങ്കിൽ തന്നെയും ഗുണാധിക്യം കൂടുന്ന ഒരു വർഷം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ 2026. കഠിനാധ്വാനം ചെയ്താൽ ഗുണകരമായി മാറ്റങ്ങൾ ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറച്ച് ദോഷാനുഭവങ്ങൾ വന്നു ചേരുമെങ്കിലും അതിനെ ഗുണകരമായി മാറ്റാൻ കഠിന പ്രയത്നം ചെയ്താൽ തീർച്ചയായിട്ടും കഴിയുന്നതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ള അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രക്കാർക്ക് 7 ശനിയുടെ സമയവും കൂടിയാണല്ലോ. അപ്പോൾ ആ സമയത്തിൻ്റെ ദോഷങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്പം അതിനെ കഠിന പ്രയത്നത്താൽ ഈശ്വരാധീനത്താൽ ദോഷങ്ങളെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ പകുതിയിൽ, അതായത് ജൂണിന് ശേഷം ചെലവുകൾ വർദ്ധിക്കാനായിട്ടാണ് ഇവരെ സംബന്ധിച്ച് സാധ്യത കൂടുതലായി കാണുന്നത്. പണമിടപാടുകൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പണസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പെട്ടെന്ന് ഇവർ പണക്കാരാകില്ല ഈ വർഷം. എന്നാൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം ഇവർക്ക് പെട്ടെന്ന് കുറെ കാശ് ഇവരുടെ കയ്യിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ വരില്ല. സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. തൊഴിൽപരമായ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും ഈ വർഷം. തൊഴിലിൽ നല്ല പരിശ്രമവും ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് ഇവർ പരിശ്രമം ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ വർഷം ഇവരെ സംബന്ധിച്ച്. വർഷാദ്യം നല്ല വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് വർധന ഉണ്ടാകും, വരുമാനത്തിൽ വർധനയുണ്ടാകും. ജൂൺ മാസം വരെ വളരെ നേട്ടങ്ങൾ ഒഴുക്കി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലി സ്ഥിരതയുണ്ടാകും ഈ കൂറുകാരെ സംബന്ധിച്ച്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അത് ഗുണകരമാവുന്ന അവസ്ഥയാണ്. പുതിയ തൊഴിലിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാകും, പുതിയ തൊഴിൽ നേട്ടങ്ങളുണ്ടാകും. പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയതായി തൊഴിലിൽ പ്രവേശിക്കാനും കഴിയും. നല്ല ശമ്പളമുള്ള ജോലി കിട്ടാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. കമിതാക്കൾ ഉണ്ടെങ്കിൽ, പ്രണയിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഈ വർഷം സാധ്യതയുണ്ട്. ദാമ്പത്യ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവുന്നതാണ്, ദാമ്പത്യപരമായിട്ട്. എന്നാൽ അതിനെ തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും. വിട്ടുവീഴ്ചകളിലൂടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ വിചാരിച്ചാൽ നടക്കുന്നതാണ്. പല കാര്യങ്ങളും ഈ കൂറുകാരെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ്. ചിരകാലമായി ഇവർ സ്വപ്നത്തിൽ കൊണ്ടു നടക്കുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ വർഷം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് ഗുണം ചെയ്യും. ഈ മേടക്കൂറുകാർക്ക് ഈശ്വരാധീനം ഇവർക്ക് ഉണ്ടാകാനും സാധിക്കുന്നതാണ്. അപ്പം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇവർ വേഴഗ്രഹത്തിനെ പ്രസാദിപ്പിക്കുകയും കൂടാതെ നവഗ്രഹ പൂജ നടത്തുകയും ചെയ്താൽ ഇവർക്ക് ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് കഴിയുന്നതാണ്. ഈ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, മര, ഇത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വേഴം 2-ലും 2026 ജൂൺ 2-ന് ശേഷം 3-ലും വരുന്ന സമയം. ശനി 11-ലും രാഹു 10-ലും കേതു 4-ലും വരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ശനിയുടെ നിൽപ്പ് നല്ലതാണ്. കാരണം ശനി 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ വേഴം 2-ൽ നിൽക്കുന്നതും ഇവർക്ക് ഗുണകരമാണ്. ജൂണിന് ശേഷമാണ് വേഴം 3-ൽ സഹോദരഭാവത്തേക്ക് വരുന്നത്. അപ്പൊ അതിക്ക് മുമ്പ് വേഴം ധനസ്ഥാനത്താണല്ലോ നിൽക്കുന്നത്. അത് വളരെ പുരോഗതി തരുന്നതാണ്. അപ്പൊ 2026 ഇടവൻ രാശിക്കാർക്ക് പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമായി ഇതിനെ കാണാം. വരുമാനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. സമ്പാദ്യം മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ധനനേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. വർഷാരംഭം മുതൽ ജൂൺ വരെ വളരെ നേട്ടങ്ങൾ, കാരണം വേഴം 2-ലാണല്ല നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. ചിലവുകൾ അതിര് വിട്ടു പോകരുത്. ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. തൊഴിൽപരമായ ഉന്നതിയും ഉയർച്ചയും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ്. തൊഴിൽപരമായ ഉയർച്ച, ഉന്നതി ഒക്കെ ഉണ്ടാവും. പ്രമോഷൻ കിട്ടാനും, അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കിട്ടാനും ശമ്പള വർധന കിട്ടാനും സ്ഥാനമാനങ്ങളിൽ ഉയർച്ചയുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരല്ലാത്തവർക്കാണെങ്കിൽ ജോലി സ്ഥിരത ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അംഗീകാരങ്ങളും മേലധികാരികളിൽ നിന്ന് പ്രശംസയും ഇവർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. കാര്യവിജയങ്ങളും കർമ്മ പുരോഗതിയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ജോലിയിലുള്ള ആത്മാർത്ഥത ഇവർക്ക് ഗുണകരമാകും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിച്ചാൽ ഇവർക്ക് കൂടുതൽ ഗുണകരമാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ കൂറുകാരെ സംബന്ധിച്ച്. ഇവരെ സംബന്ധിച്ച് ക്ലേശങ്ങൾ മാറിക്കിട്ടുന്ന, അല്ലെങ്കിൽ മനസ്സുഖക്കുറവും മാറിക്കിട്ടുന്ന, അല്ലെങ്കിൽ മനോവിഷമങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ്. പ്രേമകാര്യങ്ങളിൽ വിജയമുണ്ടാകും. പ്രേമിക്കുന്നവരെ സംബന്ധിച്ച്, കമിതാക്കളെ സംബന്ധിച്ച് പ്രേമകാര്യങ്ങളിൽ വിജയം വരിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. മംഗളകാര്യങ്ങൾ പലതും നടക്കുന്ന സമയം. മംഗളകാര്യങ്ങളിൽ ഇവർ സംബന്ധിക്കുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടവരുകയും ചെയ്യും. കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, കേതു 4-ൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേരാം. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവർ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വരുന്നത് വളരെ നല്ലതാണ്. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര പോകാനും പിണങ്ങിയ സുഹൃത്തുക്കൾ അടുത്തു വരാനും ഇവർക്ക് കഴിയും. ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ്. അതായത് പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവരോട് അടുത്തു വരും. ആഡംബരമായ കാര്യങ്ങൾ ഇവർ നിയന്ത്രിക്കണം. ആഡംബരമായി ചില കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. നിർബന്ധ ബുദ്ധി പല കാര്യങ്ങളിലും ഇവർ ഉപേക്ഷിക്കുകയും ചെയ്യണം. ആരോഗ്യ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നിസ്സാരമായി കാണാതെ തക്ക സമയത്ത് ചികിത്സ നേടിയാൽ ആ രോഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും. ഈ വർഷം വളരെ ശ്രേയസ്കരമായ വർഷമാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച്. അവസരങ്ങൾ പാഴാക്കി കളയാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
അതായത് അവസരങ്ങൾ പലതും ഇവരെ തേടി വരും. എന്നാൽ ആ അവസരങ്ങൾ ഇനിയും വരുമെന്ന് കരുതി കാത്തിരിക്കാതെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ ശ്രമിച്ചാൽ ഇവരെ സംബന്ധിച്ച് ഈ 2026 പുതുവർഷത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കാനുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് 2026 നല്ല വർഷമായിരിക്കും. ഈ മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രങ്ങളാണ് ഈ മിഥുനൻ രാശിയിൽ വരുന്നത്. ഇവർക്ക് വേഴൻ ജന്മത്തിലും 2026 ജൂൺ 2 ശേഷം വേഴൻ 2-ലും, രാഹു 9-ലും, കേതു 3-ലും, ശനി 10-ലും വരുന്ന ഒരു സമയമാണ്. അപ്പം 4 ഗ്രഹങ്ങളാണ് ഗോചരപരമായിട്ട് അവർ ഓരോ രാശിയിൽ നിന്നും ഈ കൂറുകാർക്ക് വേണ്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫലങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ഈ രാശിക്കാർക്ക് പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഇവർക്ക് വേഴം ജന്മത്തിലാണ്, തുടക്കത്തിൽ തന്നെ വർഷം ആദ്യം ജന്മത്തിൽ നിൽക്കുകയാണ്. അതത്ര ഗുണകരമല്ല. എന്നാൽ 2026 ജൂൺ 2 ശേഷം വേഴം 2-ലേക്ക് മാറിയാണ്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അതുകൂടാതെ വേഴം നിൽക്കുന്ന രാശി കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശി വേഴത്തിൻ്റെ ഉച്ചരാശി കൂടിയാണ്. അതൊക്കെ വളരെ ഗുണകരമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. വളരെയധികം നേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഏതൊരു ഗ്രഹമാണെങ്കിലും ആ ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ കൂടുതൽ തരും. അത് വേഴമല്ലേ, സർവേശ്വര ഗ്രഹമാണ്. അത് കൂടാതെ ധനകാരകനാണ് വേഴം. അപ്പം തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാകും ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ജീവിതത്തിൽ വളരെയധികം കൂടുതൽ ഗുണാനുഭവങ്ങളും കൂടുതൽ മാറ്റങ്ങളും ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. ഗുണകരമായ മാറ്റങ്ങളാണ് കൂടുതലും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. ഈ വർഷത്തിൽ ഓരോ ഘട്ടത്തിലും അനുകൂല സമയങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഈ വർഷത്തിലെ ഓരോ ഘട്ടത്തിലും ഇവർക്ക് അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരും. 2026 ജൂൺ 2 ശേഷം വേഴൻ 2-ലാണ് വരുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇല്ലേ? തന്മൂലം ഇവർക്ക് ധനപരമായ നേട്ടങ്ങളും ജോലി സംബന്ധമായ ഉയർച്ചയും കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ശാന്തതയും ക്ഷമയും ആവശ്യമായ ഒരു സമയമാണ് ഇവർക്ക് വേണ്ടത്. അതായത് ശാന്തതയും ക്ഷമയും ഇവർക്ക് ഈ സമയങ്ങളിൽ വളരെ ആവശ്യമാണ്. കാരണം എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ആലോചനയിലൂടെ മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ധനകാരകനായ വേഴത്തിൻ്റെ രാശിമാറ്റം അതും ഉച്ചരാശിയിലേക്ക് മാറുകയാണ്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് പെട്ടെന്നുള്ള ധനനേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ബിസിനസ് നേട്ടങ്ങൾ, കച്ചവട സംബന്ധമായ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവുന്നതാണ്. വിദേശയാത്രാ ഗുണം ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതുകൂടാതെ വിദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചും അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകാൻ ഉള്ള സമയവും കൂടിയാണ്. തൊഴിൽപരമായ ഉയർച്ചയും പ്രമോഷൻ, സ്ഥാനമാന ലബ്ധി എന്നിവയുണ്ടാവും. സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ജോലിയിൽ പ്രമോഷൻ കിട്ടാനും ശമ്പള വർധനവിനൊക്കെ ഈ 2026 അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് കുടുംബാന്തരീക്ഷം സുഖകരമാവുന്ന അവസ്ഥ ഉണ്ടാകും. മംഗളകാര്യങ്ങൾ പലതും ഇവർക്ക് നടക്കും.
വിവാഹ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾക്ക് ഉയർച്ചയും ബന്ധുഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. മക്കളെ സംബന്ധിച്ച്, സന്താനങ്ങളെ സംബന്ധിച്ച് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും മാതാപിതാക്കൾ തയ്യാറാകും. മാനസിക ക്ലേശങ്ങൾ മാറുകയും സമാധാനം ഉണ്ടാകുകയും ചെയ്യും. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 2026 ഇവർക്ക് ദൈവാനുഗ്രഹം കിട്ടാനുള്ള വഴിപാടുകളും പ്രാർത്ഥനയും നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷ ഫലം അവർക്ക് വളരെയധികം ഗുണകരമായി മാറും. കർക്കിടകൻ രാശിയുടെ രാശിക്കൂറ് ഫലം 2026 ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന അല്ലെങ്കിൽ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 12-ലും ജൂൺ 2 ശേഷം ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും നിൽക്കുന്ന ഒരു സമയം. ഇതാണ് ഗോചര സമയം. ഇവരെ സംബന്ധിച്ച് മറ്റ് ഗ്രഹങ്ങളും ഗോചരഫലം തരും എങ്കിലും കൂടുതൽ സമയം രാശികളിൽ നിൽക്കുന്നത് ഈ 4 ഗ്രഹങ്ങളാണ്. ഒന്ന് വേഴം, ഒന്ന് ശനി, ഒന്ന് രാഹു, ഒന്ന് കേതു ഈ നക്ഷത്രം. അപ്പൊ ഇവരുടെ നിൽപ്പനുസരിച്ചായിരിക്കുള്ളൂ ഓരോ കൂറുകാർക്കും ഫലങ്ങൾ കിട്ടുന്നത്. അപ്പൊ 2026 ജൂൺ 2 ശേഷം വേഴം കർക്കിടകം രാശിയിൽ ഉച്ചത്തിൽ പ്രവേശിക്കും. അപ്പൊ തുടക്കത്തിൽ വേഴം ഉച്ചത്തിലല്ലെങ്കിലും വേഴം ഇവരെ സംബന്ധിച്ച് വേഴം തുടക്കത്തിലെ 12-ലാണ് വരുന്നത്. എന്നാൽ ജൂൺ 2 ശേഷം വേഴം ജന്മരാശിയിലേക്ക് വരുന്നത്, അതും ഉച്ചരാശിയിലേക്കാണ് വേഴം വരുന്നത്. വേഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. അപ്പൊ കർക്കിടകൻ രാശി ഏത് ഗ്രഹമാണെങ്കിലും ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ വളരെ കാര്യങ്ങൾ നല്ല വിധത്തിൽ ആ ജാതകന് അല്ലെങ്കിൽ ആ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ആ കൂറുകാർക്ക് കിട്ടും. അപ്പോൾ ഉച്ചരാശിയിൽ വളരെ ശുഭകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഫലം കിട്ടുന്നത്. സന്തോഷവും സമ്പത്തും ഐശ്വര്യവും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമായി മാറും. പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച്. തൊഴിൽപരമായ ഉന്നതി, തൊഴിലിൽ പുരോഗതി, കർമ്മരംഗത്ത് പുഷ്ടി, കർമ്മരംഗത്ത് ഭാഗ്യാനുഭവങ്ങൾ, കാര്യവിജയങ്ങൾ, കാര്യനേട്ടങ്ങൾ ഇതെല്ലാം ഇവരെ തേടി വരുന്ന ഒരു സമയമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ചിന്ത വരുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. വരുമാനത്തിൽ വർധന വരും ഇവരെ സംബന്ധിച്ച്. അതായത് ചെയ്യുന്ന പ്രവർത്തികളിലൂടെ വരുമാന വർധന ഉണ്ടാകും. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ ധനവർധനയും ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായ ഭദ്രത നല്ല വിധത്തിൽ ഇവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വരാവുന്നതാണ്. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ചെലവുകൾ ഇവർ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. പ്രേമകാര്യങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകുന്ന വർഷമാണ്. അതായത് കർക്കിടകൻ രാശിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ പ്രേമിക്കുന്നവരാണെങ്കിൽ, കമിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് പ്രേമകാര്യങ്ങളിൽ വിജയമുണ്ടാകാനുള്ള സമയവും ഈ വർഷമാണ്. മംഗളകാര്യങ്ങളിൽ സംബന്ധിക്കാനും മംഗളകർമ്മങ്ങളിൽ ഭാഗവാക്കാകാനും അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമയം ഒത്തുവരുന്നതാണ്. പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും അതുവഴി കുടുംബാംഗങ്ങളുമായി നല്ല സമയങ്ങൾ ചെലവഴിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സമയം വരുന്നതാണ്.
ഇവരെ സംബന്ധിച്ച് കുടുംബ ഭദ്രതയുണ്ടാകുന്നതാണ്. കുടുംബത്തിലെ ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്യും. ഐക്യവും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമാകുന്ന അവസ്ഥയാണ് ഇവർക്ക്. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമായ സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. മത്സര കാര്യങ്ങളിലും പരീക്ഷകളിലുമൊക്കെ ഇവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ തീർച്ചയായിട്ടും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഈ 2026 ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകം, പൂരം, ഉത്രം, കാലി. ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത്. ഇവർക്ക് വേഴം 11-ലും ജൂൺ 2-ന് ശേഷം 12-ലും രാഹു 7-ലും കേതു ജന്മത്തിലും നിൽക്കും. അതുകൂടാതെ ശനി 8-ലും നിൽക്കുന്ന ഒരു സമയമാണ്. 2026 ചിങ്ങൻ രാശിക്കാർക്ക് മൊത്തം നോക്കുമ്പോൾ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് കാണുന്നത്. വർഷം ആദ്യം ഗുണവും അവസാനം ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകും. കാരണം വർഷം തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് വേഴം 11-ലാണല്ലോ. 11 ശുഭസ്ഥാനമല്ലേ. ധനകാരകനായ വേഴം വരവിന്റെ സ്ഥാനത്ത് നിന്നാൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ വർധനയുണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. എന്നാൽ ജൂൺ 2-ന് ശേഷം വേഴം പിന്നെ 12-ലേക്ക് മാറും. അപ്പൊ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ചിങ്ങൻ രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്നാൽ വർഷം ആദ്യം ഗുണാനുഭവങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും. അതോടൊപ്പം ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. വേഴം 11-ൽ നിൽക്കുന്നത് അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചും വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വിദ്യാഭ്യാസപരമായി ഉന്നതി ഉണ്ടാവുന്ന ഒരു സമയമാണ്. ജോലിക്കാരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷനും സ്ഥാനമാന ലബ്ധിയും അതുകൂടാതെ ശമ്പള വർധനയും ജോലിയിൽ സ്ഥിരതയും ജോലിയിൽ മറ്റ് പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു നല്ല സാഹചര്യം വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തെ സംബന്ധിച്ച് ഗ്രഹപുഷ്ടിയും സന്തോഷാനുഭവങ്ങളും കുടുംബ സൗഖ്യവും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ രാശിക്കൂർ ഫലമായി. ഇവയെല്ലാം ഈ വർഷം എല്ലാനും കൂടി ഇവർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതെന്തൊക്കെയാണ്? വിദ്യാഭ്യാസപരമായിട്ടും ജോലി സംബന്ധപരമായിട്ട് കുടുംബ സംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം ഇവർക്ക് ഈ വർഷം ഉണ്ടാവുന്ന നല്ല ഫലങ്ങളാണ്. ശനി 8-ലാണ്, അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാം. ശനി 8-ലാണല്ലോ, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഇവരുടെ ഇടയിൽ ഉണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദാമ്പത്യ പ്രശ്നങ്ങളും ഇവരുടെ ഇടയിൽ കടന്നു വരും. കുടുംബത്തിൽ സന്തോഷവും മനസമാധാനവും കുടുംബ സൗഖ്യവും വേഴത്തിനെ കൊണ്ട് ഉണ്ടാകുമെങ്കിലും ശനിയെ കൊണ്ട് ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കാരണം രാഹു 7-ൽ നിൽക്കുകയാണ്. അപ്പൊ ദാമ്പത്യപരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ 7 ചിന്തിക്കണം. അപ്പൊ 7 കളത്രസ്ഥാനമല്ലേ, അപ്പൊ ഭാര്യസ്ഥാനമാണ്. അവിടെ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ രാഹുവിനെ കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ രാഹുവിനെ സംബന്ധിച്ചും കേതുവിനെ സംബന്ധിച്ചും എല്ലാം അത്ര ഗുണകരമല്ല കാര്യങ്ങൾ ഇവിടെ കാണുന്നത്. കേതു ജന്മത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതും അത്ര ഗുണകരമല്ല. എന്നിരുന്നാലും വേഴത്തിനെ കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ ഇവർക്ക് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ വേഴം സർവേശ്വര ഗ്രഹമാണ്. ഈ സർവേശ്വര ഗ്രഹം പ്രസാദിച്ചാൽ, വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ്
ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ വർഷം ഇവർക്ക് ഗുണത്തിലല്ലാതെ ദോഷത്തിൽ വന്ന് സംഭവിച്ചാൽ വേഴത്തിനെ കൊണ്ട് അതിനെ മറികടക്കാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിയുന്നതാണ്. അതെങ്ങനെയാണ്? വേഴത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ, വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും, അവരുടെ ദോഷങ്ങളും മാറിക്കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത്? നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ വളരെ ഉത്തമമാണ്. പിന്നെ വേഴഗ്രഹത്തിന് മാത്രമായിട്ടും പൂജ നടത്താം. അതുമല്ലെങ്കിൽ വേഴഗ്രഹത്തിലെ ദേവതമാരെ പ്രസാദിപ്പിക്കാം. ഭഗവാൻ കൃഷ്ണൻ, മഹാവിഷ്ണു, ഇതെല്ലാം വേഴഗ്രഹത്തിൻ്റെ ദേവതമാരാണ്. അവരെ പ്രസാദിപ്പിച്ചാലും വേഴഗ്രഹത്തിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് തൊഴിൽപരമായ വിജയവും കാര്യനേട്ടങ്ങളും സ്ഥാനക്കയറ്റങ്ങളും പ്രമോഷനും അംഗീകാരങ്ങളും ശമ്പള വർധനയും ഒക്കെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് പരമായ നേട്ടങ്ങളും കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ ഒരിക്കലും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കൂട്ടുകച്ചവടം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ധന കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വേഴത്തെ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വേഴത്തെ കൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും. മികച്ച വരുമാനം ഉണ്ടാകാനും വേഴത്തെ കൊണ്ട് സാധിക്കും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. കുടുംബസുഖം കിട്ടുന്ന ഒരു വർഷം ആണ് ഇവരെ സംബന്ധിച്ച്. വർഷാവസാനം പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് പ്രേമസാഫല്യം കിട്ടുന്ന ഒരു വർഷമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യാൻ തയ്യാറാകുകയും വേണം. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുത്. തക്ക സമയത്ത് ചികിത്സ നേടിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടും. മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഇവർക്ക് ഉണ്ടാവും. കേതു ജന്മത്തിലല്ലേ നിൽക്കുന്നത്, തീർച്ചയായിട്ടും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വേഴത്തിനെ കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. അങ്ങനെ വേഴത്തെ പ്രസാദിപ്പിക്കുകയും നവഗ്രഹ പൂജ നടത്തുകയും വേഴഗ്രഹത്തിൻ്റെ ദേവതമാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2026. കന്നി രാശിയുടെ രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് വേഴം 10-ലും, ജൂൺ 2-ന് ശേഷം വേഴം 11-ലും, ശനി 7-ലും, രാഹു 6-ലും, കേതു 12-ലും നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർ, അതായത് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഈ നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. 2026 കന്നി രാശിക്കാർക്ക് മൊത്തത്തിൽ ഇവർക്ക് വളരെ നല്ല ഒരു വർഷമായിരിക്കും. നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. കാര്യതടസ്സങ്ങൾ മാറുന്ന വർഷം ആണ്. കാരണം ഇവർക്ക് വേഴം 10-ലാണ്, തുടക്കത്തിൽ വേഴം 10-ലാണ് വരുന്നത്. എന്നാൽ ജൂൺ 2-ന് ശേഷം വേഴം 11-ലേക്ക് വരും. അപ്പൊ കർമ്മഭാഗത്ത് നിൽക്കുന്ന വേഴവും 11-ൽ നിൽക്കുന്ന വേഴവും ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കും. അപ്പൊ ഈ കന്നി രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് ശക്തമായ പുരോഗതിയും അംഗീകാരങ്ങളും പ്രശംസയും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. പ്രമോഷൻ, സ്ഥാനമാനങ്ങൾ, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ, ശമ്പള വർധന, സ്ഥാനക്കയറ്റങ്ങൾ, ട്രാൻസ്ഫറുകൾ, ഇതെല്ലാം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. തൊഴിൽപരമായി വിജയങ്ങളും തൊഴിൽപരമായ ഉന്നതിയും സാമ്പത്തിക നില ഭദ്രതയുമായിരിക്കും ഇവർക്കുണ്ടാവുന്നത്. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സമ്പാദ്യത്തിൽ ഒരു ഭാഗം നിക്ഷേപിക്കാനും ഇവർക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ജൂണിന് ശേഷം വരുമാനം കൂടുകയും ചെയ്യും. കാരണം ശേഷം വേഴം
11-ലാണല്ലോ, വരവിന്റെ സ്ഥാനത്തേക്കാണ് വേഴം വരുന്നത്. അപ്പൊ വരവിന്റെ സ്ഥാനത്ത് ധനകാരകനായ വേഴം വരവിന്റെ സ്ഥാനത്ത് നിന്നാൽ അപ്പൊ വരുമാന വർധനവാണ് അവിടെ പറയാൻ പറ്റുള്ളൂ. വരുമാന വർധന ഉണ്ടാവും തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച്. കിട്ടാക്കടങ്ങൾ കിട്ടാനും ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ച് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനൊക്കെ, കിട്ടാക്കടങ്ങൾ കിട്ടാനും ഇവരെ സംബന്ധിച്ച് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ജനുവരി ഓഗസ്റ്റ് മാസങ്ങൾ കൂടുതൽ ശ്രേയസ്കരമായിരിക്കും ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ ചെലവ് വർദ്ധിക്കാൻ ഇടയുണ്ട്. ആഘോഷ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനും ഇവർക്ക് അതിനുള്ള അവസരം വരും. ആഘോഷ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടിയും വരും. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും ഉന്നതിയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ശനി 7-ൽ നിൽക്കുമ്പോൾ അതത്ര സുഖകരമല്ല. 7 ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. 7-ലെ ശനിനെ കൊണ്ട്. 7 കളത്രസ്ഥാനമാണല്ലോ. കളത്രസ്ഥാനത്ത് ശനി നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. അന്ന് രാഹു 6-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. 3, 6, 11-ൽ നിൽക്കുന്ന പാപഗ്രഹം ഗുണം ചെയ്യും. എന്നാൽ കേതു 12-ൽ നിൽക്കുന്നത് ചെലവിൻ്റെ സ്ഥാനത്താണ്. 12 കേതു അവിടെ നിന്നാൽ കൂടുതൽ ചെലവ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ആഘോഷ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പണം കൂടുതൽ ചെലവഴിക്കേണ്ടതും വരും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. എന്നാൽ ഭക്ഷണ കാര്യങ്ങളിൽ ക്രമീകരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒക്ടോബറിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും വരും. തക്ക സമയത്ത് ചികിത്സ നേടേണ്ടതാണ്. ഈ വർഷം ചില വെല്ലുവിളികൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. ക്ഷമയും അച്ചടക്കവും പാലിച്ചാൽ ഈ വെല്ലുവിളികളെ നേരിടാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വേഴൻ രാശിയുടെ ഗുണാധിക്യത്താൽ ഇതിനെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. തീർച്ചയായിട്ടും വേഴഗ്രഹത്തെ സന്തോഷിപ്പിക്കുകയും പ്രസാദിപ്പിക്കുകയും അതുവഴി ഈശ്വരാനുഗ്രഹം നേടാൻ കഴിയുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ 2026 കന്നിരാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്തിര അര, അത് ചിത്തിരയുടെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം. ഇതാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 9-ലും ജൂൺ 2-ന് ശേഷം 10-ലും ശനി 6-ലും രാഹു 5-ലും കേതു 11-ലും നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ 2026 തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു നല്ല വർഷമായിരിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം. കാരണം രാഹുവിൻ്റെ 5-ലെ നിൽപ്പാണ് ഇവർക്ക് ദോഷമായിട്ട് എന്തെങ്കിലും വരുള്ളൂ. മറ്റ് ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. കാരണം വേഴം 9-ലാണ്. വർഷം തുടക്കത്തിൽ തന്നെ വേഴം 9-ൽ നിൽക്കുകയാണ്. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യസ്ഥാനമാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് വേഴം നിന്നാൽ, ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലുണ്ടാവും. ഇനി അത് കഴിഞ്ഞാൽ ജൂൺ 2-ന് ശേഷം വേഴം പിന്നെ രാശി മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ അത് 10-ലേക്കാണ് മാറുന്നത്. 10 എന്ന് പറഞ്ഞാൽ കർമ്മഭാഗമാണ്. അപ്പൊ കർമ്മഭാഗത്തേക്ക് ഈ വേഴം മാറുമ്പോൾ, കർമ്മത്തിൽ വേഴം നിൽക്കുമ്പോൾ, കർമ്മത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കർമ്മരംഗത്ത് പുഷ്ടിയും കർമ്മരംഗത്ത് വിജയവും കാര്യ നേട്ടങ്ങളും കാര്യവിജയങ്ങളും ഇവരെ തേടി വരുന്നൊരു വർഷമാണ്. അപ്പം പൊതുവെ പിന്നെ അതുകൂടാതെ ശനി 6-ലാണ്. ശനി 6-ൽ നിന്നാൽ 3, 6, 11-ൽ നിൽക്കുന്ന ഏത് പാപഗ്രഹമാണെങ്കിലും, ഇപ്പം ശനിയല്ല വേറെ ഏത് ഗ്രഹമാണെങ്കിലും അത് പാപഗ്രഹമാണെങ്കിൽ അതിൻ്റെ പാപത്വം മാറിക്കിട്ടും. 3, 6, 11. അപ്പം ശനി 6-ലാണ്, അത് ദോഷമല്ല. പിന്നെ അതുകൂടാതെ കേതു 11-ലാണ്, വരവിൻ്റെ സ്ഥാനത്താണ്. ചെറിയ ചില
ബുദ്ധിമുട്ട്. 11 മൂന്നാറ് 11 പാപഗ്രഹം നിന്നാൽ ഗുണം ചെയ്യുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ രാഹുവിൻ്റെ കേതുവിൻ്റെ നിൽപ്പം ദോഷമല്ല. എന്നാൽ രാഹുവിൻ്റെ 5ലെ നിൽപ്പ്, സന്താന ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പൂർവിക സ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ചില ദോഷം മാത്രമേ ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വേഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്വാധീനത്താൽ അതിനെ മറികടക്കാൻ ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 2026 തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു നല്ല വർഷമായിരിക്കും. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളർച്ചയും ഉയർച്ചയും പുരോഗതിയും ഇവർക്ക് വന്നു ചേരും. വേഴഗ്രഹത്തിൻ്റെ സ്വാധീനം മൂലം നിങ്ങളുടെ ജീവിതം സൗഭാഗ്യപൂർണമാകുകയും ചെയ്യും. പുതിയ ഉയരങ്ങളിൽ നിങ്ങൾ ചെന്നെത്തും. നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വർഷമാണ്. തള്ളിപ്പറഞ്ഞവർ നിങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് വരും. തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തികമായി ഈ വർഷം നല്ല ഫലങ്ങൾ കിട്ടുകയാണ്. ഇവർക്ക് കിട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി ഈ വർഷം നല്ല ഫലങ്ങൾ തന്നെ കിട്ടും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഭൂമിപരമായ ഇടപാടുകൾ വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. ലാഭകരമായി ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ഇവരെ സംബന്ധിച്ച് കഴിയും. ഉദ്ദേശിച്ച പലതും നേടാൻ ഈ വർഷം ഇവർക്ക് കഴിയുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഈ വർഷം ഉണ്ടാകും. മംഗളകരമായ കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും. മത്സര പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് നേടാൻ ഇവർക്ക് കഴിയും. ദൂരയാത്രകൾ ചെയ്യാൻ ഇടവരും. യാത്രകൾ ശുഭകരമാവുകയും ചെയ്യും. ആരോഗ്യം പൊതുവെ ഇവരെ സംബന്ധിച്ച് തൃപ്തികരവുമാണ്. ഭക്ഷണകാര്യങ്ങളിൽ ക്രമീകരണം വളരെ ആവശ്യമാണ്. തീരുമാനങ്ങൾക്ക് പിന്തുണ കിട്ടുന്നതാണ്. ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടുകയും ചെയ്യും. വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടാൻ, അതുവഴി ഒന്നുകൂടി മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകാൻ ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി മുന്നോട്ട് പോയാൽ ഇവരുടെ ശ്രേയസ് വർദ്ധിക്കുന്നതാണ് 2026. വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 8ലും ജൂൺ 2 ശേഷം 9ലും ശനി 5ലും രാഹു 4ലും കേതു 10ലും നിൽക്കുന്ന ഒരു സമയമാണ്. വർഷാദ്യം വേഴം 8ലാണ്, അത്ര ഗുണകരമല്ല. എന്നാൽ ജൂൺ 2 ശേഷം വേഴം 9ലേക്ക് വരും. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് വളരെ നല്ലതാണ്. ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടാൻ ഇടവരുത്തും. പിന്നെ ശനിയുടെ 5ലെ നിൽപ്പും രാഹുവിൻ്റെ 4ലെ നിൽപ്പും കേതുവിൻ്റെ 10ലെ നിൽപ്പുമൊക്കെ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വേഴത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ട് അതിനെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ്. 2026 വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വർഷം പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വ്യക്തിപരമായ ഉയർച്ചയും തൊഴിൽപരമായ ഉന്നതിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കഠിനാധ്വാനത്തിന് അംഗീകാരം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. സ്ഥാനക്കയറ്റങ്ങളും സ്ഥാനമാനങ്ങളും ഇവരെ തേടി വരുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലി സംബന്ധമായ ഉയർച്ചയും വിജയങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായ ചില മാറ്റങ്ങൾ ഇവർക്കുണ്ടാവും. ജൂൺ മാസത്തിലെ വേഴത്തിൻ്റെ മാറ്റം ഭാഗ്യം കൊണ്ടുവരും ഇവർക്ക്. ഒക്ടോബറിൽ തൊഴിൽപരമായ വളർച്ച ഉണ്ടാകുന്നതായിരിക്കും. പുതിയ അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതാണ്. സാമ്പത്തികമായ ഉയർച്ച ഈ വർഷം ഇവർക്കുണ്ടാവും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, ധനസംബന്ധമായ കാര്യങ്ങളിൽ വിജയങ്ങളും പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. രാഹു 4ൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ട ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ ശ്രമിച്ചെന്ന് വരും. അതുവഴി ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും.
പ്രണയകാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ജൂൺ മാസത്തിലെ വേഴമാറ്റം ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കും ഇവരെ സംബന്ധിച്ച്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വർഷമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്കാണ് കൂടുതൽ ഫലം കാണുന്നത്. മറ്റ് പ്രയാസങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും ഈശ്വരാനുഗ്രഹം നേടുകയും ചെയ്താൽ തീർച്ചയായിട്ടും 2026 പുതുവർഷം ഇവർക്ക് ഗുണകരമാകും ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ധനുരാശി. അപ്പൊ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്ന അല്ലെങ്കിൽ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 7-ലും ജൂൺ 2-ന് ശേഷം 8-ലും ശനി 4-ലും രാഹു 3-ലും കേതു 9-ലും നിൽക്കുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് വർഷാദ്യം വളരെ ഗുണകരമായ ഒരു അവസ്ഥയായിരിക്കും ഇവരെ സംബന്ധിച്ച്. മറ്റ് വർഷാവസാനം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടക്കാൻ ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ്. വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും വേഴഗ്രഹത്തിന് വഴിപാട് നടത്തുകയും വേഴഗ്രഹത്തിൻ്റെ ദേവതമാർക്ക് പ്രാർത്ഥനയും വഴിപാടുകളും നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും 2026 ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാനും കഴിയുന്നതാണ്. അപ്പോൾ 2026 ധനുരാശിക്കാർക്ക് ഈ വർഷം തൊഴിൽ നേട്ടങ്ങളും ഉയർച്ചയും കാര്യലാഭങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിജയം ഉണ്ടാകുന്നതാണ്. എന്നാൽ കഠിനമായ പ്രയത്നം ഇതിനെല്ലാം ആവശ്യമാണ്. കഠിനമായ പ്രയത്നം നടത്തിയാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അംഗീകാരങ്ങളും പ്രശംസയും അനുമോദനങ്ങളും ഇവരെ സംബന്ധിച്ച് തേടി വരുന്നതാണ്. ബിസിനസ്സുകാർക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ, കച്ചവടക്കാരെ സംബന്ധിച്ച് കച്ചവട പുരോഗതി ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ്. കുടുംബപരമായ കാര്യങ്ങൾക്കായും ആഡംബര കാര്യങ്ങൾക്കായും പണം ചെലവഴിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതുകൊണ്ട് ചെലവ് വർദ്ധിക്കുന്നതാണ്. ചെലവ് നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. സ്ഥലം വാങ്ങാനും ഗ്രഹനിർമ്മാണം നടത്താനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങൾ നടത്താനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ 2026. അപ്പോൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാനൊക്കെ കഴിയും. ഇനി വീട് വെക്കാൻ, വീട് നിർമ്മാണം നടത്താനൊക്കെ ചിലവർക്ക് കഴിയുന്നതാണ്. ദാമ്പത്യപരമായി സൗഖ്യമുണ്ടാകുകയും ചെയ്യും. ജീവിത പങ്കാളിയുമായി ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ജീവിത പങ്കാളിയുമായി കുടുംബത്തിൽ ചില തർക്കങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബ സംബന്ധമായി ചില ശനി 4-ലാണല്ല. അപ്പം 4-ലെ ശനിനെ കൊണ്ട് കുടുംബത്തിൽ ചില തർക്കങ്ങളും ഉണ്ടാവും. കുട്ടികളെ സംബന്ധിച്ച് ശുഭവാർത്ത കേൾക്കാനും ഇടവരാൻ സാധ്യതയുണ്ട്. ആരോഗ്യരംഗത്ത് ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഈ വർഷം. ധാരാളം യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടും വരും. യാത്ര സംബന്ധമായി ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. വിനോദയാത്ര പോകാൻ ഇടവരും. വീട്ടുകാരുമായിട്ട് വിനോദയാത്ര പോകാനും വിനോദത്തിൽ ഏർപ്പെടാനും അവർക്കായി സമയം നീക്കിവെക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. ദീർഘയാത്രയും പുണ്യസ്ഥല ദർശനവും പുണ്യസ്ഥല ക്ഷേത്ര ദർശനവും ഒക്കെ ഇവർക്ക് നടത്താൻ കഴിയുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷവും കൂടിയാണ്. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ശമ്പള വർധനയും സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് 2026. ഈശ്വരാനുഗ്രഹത്താൽ ദോഷാനുഭവങ്ങൾ മാറ്റിയെടുക്കാൻ ഇവർ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും 2026 പുതുവർഷം ഇവർക്ക് ഗുണകരമായി മാറുന്നതാണ്. ഈ മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര.
ഈ നക്ഷത്രങ്ങളാണ് മകരൻ രാശിയിൽ അഥവാ മകരക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴം 6-ലും, ജൂൺ 2-ന് ശേഷം 7-ലും, ശനി 3-ലും, രാഹു 2-ലും, കേതു 8-ലും നിൽക്കുന്ന ഒരു സമയമാണ്. ഗോചരപരമായി ഈ ഗ്രഹങ്ങൾ ഓരോ രാശിയിലും നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗോചരഫലം, അത് പ്രധാനമായിട്ടും 4 ഗ്രഹങ്ങളാണ് ഗോചരപരമായിട്ട് ഫലം കൂടുതൽ തരുന്നത്. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഈ 4 ഗ്രഹങ്ങൾ, അതിലെ ഏതൊക്കെ ഗ്രഹമാണ്? വേഴം, ശനി, രാഹു, കേതു. ഇവർ ഒരു രാശിയിലും നിൽക്കുന്ന നിൽപ്പിൻ്റെ ഗോചരപരമായിട്ടുണ്ടാവുന്ന ഫലമാണ് ഓരോ കൂറുകാർക്കും ഉണ്ടാവുന്നത്. അപ്പം മൊത്തം നോക്കുമ്പോൾ, ആകെ കൂടി നോക്കുമ്പോൾ 2026 മകരൻ രാശിക്കാർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക ഉന്നമനവും പരിശ്രമങ്ങൾക്ക് വലിയ പ്രതിഫലവും കിട്ടുന്ന ഒരു വർഷമായിട്ട് ഇതിനെ വേണമെങ്കിൽ കാണാം. അങ്ങനെയാണ് ഈ ഗ്രഹത്തിൻ്റെയൊക്കെ നിൽപ്പനുസരിച്ച് മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. സ്ഥാനക്കയറ്റങ്ങൾ, ആദരവ്, അംഗീകാരങ്ങൾ ഇതെല്ലാം കിട്ടുന്ന ഒരു വർഷമാണ് ഈ മകരൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മകരക്കൂറ് ഫലം 2026. ഇവർക്ക് പുതിയ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന സമയമാണ്. പുതിയ നേതൃത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചില വെല്ലുവിളികൾ തൊഴിൽ രംഗത്ത് ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവുമായി നിങ്ങൾ അതിനെ കാണണം. വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടും അതിനെ കണ്ട് മുന്നോട്ട് പോയാൽ ആ വെല്ലുവിളികളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ 2ാം പകുതി നേട്ടം കൈവരിക്കുന്ന സമയമാണ്. കാരണം ജൂൺ 2-ന് ശേഷം 7-ലേക്കാണ് വേഴം വരുന്നത്. അപ്പോൾ വേഴത്തിൻ്റെ മാറ്റം അനുസരിച്ച് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ ബിസിനസ്സിൽ ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും കൈവരിക്കാൻ വളരെയധികം ഇവർക്ക് കഴിയുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ട അവസ്ഥയും ഇവർക്ക് വരും. ചിലവുകൾ നിയന്ത്രിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വർഷം തുടക്കത്തിൽ തന്നെ പ്രണയബന്ധങ്ങൾക്ക് അകൽച്ചയുണ്ടാകാൻ സാധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങൾക്ക് അകൽച്ചയുണ്ടാകും വർഷത്തിൻ്റെ തുടക്കത്തിൽ. എന്നാൽ പിന്നീട് വരുന്ന സ്ഥിതി അനുസരിച്ച് വേഴം 7-ലേക്ക് മാറുമല്ലോ. 7-ലേക്ക് മാറുമ്പോൾ കളത്രസ്ഥാനത്തേക്കല്ല മാറുന്നത്. പ്രേമബന്ധങ്ങൾക്കൊക്കെ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം അത് ആദ്യത്തെ ആദ്യം ഉണ്ടാവുന്ന തടസ്സങ്ങൾ മാറി പിന്നെ ശുഭകരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും പ്രേമകാര്യങ്ങളിൽ. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ജൂണിന് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ നല്ല സൗഖ്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. പൊതുവെ കുടുംബാന്തരീക്ഷം സന്തോഷപരമായിരിക്കും ഇവരെ സംബന്ധിച്ച്. വിനോദയാത്ര പോകാനും പുണ്യസ്ഥല ദർശനം നടത്താനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഇടവരുന്നതാണ്. കുട്ടികൾക്കായും കുടുംബത്തിനായും സമയം ചെലവഴിക്കാനായി ഇവർക്ക് അവസരങ്ങൾ വരുന്നതാണ്. ആരോഗ്യ കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും. ആരോഗ്യപരമായിട്ട് ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്ന ഒരു വർഷം ആണ്. സാമ്പത്തിക കാര്യങ്ങൾ തന്ത്രപരമായി ഇവർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ചില ദോഷങ്ങൾ ഉണ്ടായെന്നും വരും. കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ശ്രമിക്കരുത്. ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. നിങ്ങളുടെ ആ വിശ്വാസമനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലാതെ അത് മറ്റുള്ളവരുമായി പങ്കുവെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ അങ്ങോട്ട് നടത്താം. മറ്റുള്ളവരുടെ സഹായം തേടാനോ അവരോട് പറയാനോ നിൽക്കരുത് എന്നാണ് അർത്ഥം. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ
ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ഈ 2000. എന്നാൽ വേഴത്തിന്റെ അനുഗ്രഹത്താൽ വേഴത്തെ പ്രസാദിപ്പിക്കുകയും വേഴത്തിന്റെ ആ സർവേശ്വര ഗ്രഹമായ വേഴത്തിന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ മകരക്കൂറുകാർക്ക് 2026 പുതുവർഷത്തെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അവിട്ടമര, അവിട്ടത്തിന്റെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതിയുടെ 1/4 ഭാഗം. ഇതാണ് ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 5-ലും ജൂൺ 2 ശേഷം വേഴം 6-ലും ശനി 2-ലും വരുന്ന ഒരു സമയമാണ്. രാഹു ജന്മത്തിലും കേതു 7-ലും നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പൊ ഈ കുംഭ രാശിക്കാരെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തിക നേട്ടവും പരിവർത്തനങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. രാഹു നിങ്ങളുടെ രാശിയിൽ തുടരുന്നതും ശനി ധനഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ തിളങ്ങുകയും ചെയ്യാൻ ഇടവരുത്തും. സാമ്പത്തിക രംഗത്ത് വർഷം മുന്നോട്ട് പോകുന്തോറും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. കല, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ജൂൺ മാസത്തോടെ വേഴത്തിന്റെ സംക്രമണം അല്ലെങ്കിൽ വേഴത്തിന്റെ രാശിമാറ്റം തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും അത് വഴിതെളിയിക്കുന്നതാണ്. പുതിയ ജോലിയിൽ അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പുതിയ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. യാത്രാ തടസ്സങ്ങൾ ജൂൺ മാസത്തോടെ തീരുന്നതാണ്. ഇവരെ സംബന്ധിച്ച് യാത്രാ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ജൂൺ മാസത്തോടുകൂടി തീരുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഒക്ടോബറിന് ശേഷം നേട്ടം വരുന്ന ഒരു സമയമാണ്. അവരെ സംബന്ധിച്ച് വരുമാനം കൂടുന്ന ഒരു വർഷമാണ്. വർഷാദ്യം പ്രണയകാര്യങ്ങൾക്ക് തടസ്സം വരികയും എന്നാൽ വർഷാദ്യത്തിന് ശേഷം വർഷം പകുതിയാവുമ്പോൾ ആ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. പ്രണയബന്ധങ്ങൾക്ക് രാഹു കേതുക്കൾ മുഖാന്തരം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രാഹു ജന്മത്തിലും കേതു 7-ലുമാണല്ലോ നിൽക്കുന്നത്. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ ദാമ്പത്യപരമായ സ്ഥാനം കൂടിയാണല്ലോ. അപ്പൊ രാഹുകേതുക്കൾ മുഖാന്തരം ദാമ്പത്യ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകും. വർഷാവസാനത്തോടെ സമാധാനമായ ഒരു അന്തരീക്ഷം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 7ര ശനി ദോഷം കാരണം ദേഷ്യം വർദ്ധിക്കാനും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് 7ര ശനിയുടെ സമയവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംസാരത്തിൽ മിതത്വം പാലിക്കാനും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാനും നിൽക്കരുത്. വാക്കുകൾ മിതത്വം പാലിക്കാൻ ശ്രമിക്കണം. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ നിങ്ങൾക്ക് തന്നെ ദോഷം ഉണ്ടാവും. കാരണം അതുകൂടാതെ 7ര ശനിയിൽ ദോഷാനുഭവങ്ങൾ മറ്റു പലതും വന്നുകൂടും. ഇവരെ ഉദ്ദേശിക്കാത്ത പണച്ചെലവുകൾ അല്ലെങ്കിൽ പണനഷ്ടങ്ങളും 7ര ശനിയിൽ വരാവുന്നതാണ്. തൊഴിൽ സംബന്ധമായ ചില പ്രശ്നങ്ങളും 7ര ശനിയിൽ ഇവർക്ക് വന്നു ചേരും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ചില ദോഷാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2026 കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച്. മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 4-ലും ജൂൺ 2 ശേഷം 5-ലും ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. 2026 മീനൻ രാശിക്കാർക്ക് 7ര ശനിയും ജന്മശനിയുടെയും കാലഘട്ടം ആയതിനാൽ ഈ വർഷം ഇവർ വളരെ അച്ചടക്കത്തോടെയും
കഠിനാധ്വാനത്തോടെയും പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. വലിയ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ഞാൻ ഈ പറയുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ. വർഷത്തിൻ്റെ ആദ്യ പകുതി അനുകൂലവും എന്നാൽ രണ്ടാം പകുതിയിൽ പ്രതിരോധവും ജാഗ്രതയും വളരെ അത്യാവശ്യമാണ് ഈ സമയം ഇവർക്ക്. വേഴത്തിൻ്റെ സ്വാധീനം വർഷാദ്യം വളരെ ഗുണം ചെയ്യും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവർക്ക് കിട്ടും. കാരണം വേഴം 4-ലാണല്ല വർഷാദ്യം. അപ്പം അതുകൊണ്ട് വേഴത്തിൻ്റെ ഗുണം വർഷാദ്യം തന്നെ ഇവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തൊഴിൽപരമായ നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇത് കൂടാതെ ജൂൺ 2-ന് ശേഷം വേഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങളും ഇവർക്കുണ്ടാകും. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ വരും. വിദേശയാത്ര സംബന്ധമായി ഗുണകരമായ അവസ്ഥയുണ്ടാകും. ജൂണിന് ശേഷം വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത ധനനേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പുഷ്ടിയും കർമ്മ പുരോഗതിയും ഇവർക്കുണ്ടാകും. കുടുംബസുഖം, സന്തോഷം, ശ്രേയസ്, വിനോദയാത്ര സംബന്ധമായ നല്ല അനുഭവങ്ങൾ എല്ലാം ഇവർക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ സമ്മിശ്രമായ ആരോഗ്യ കാര്യങ്ങളാണ് ഇവർക്ക് വരുന്നത്. ദോഷമുണ്ടാവും, ഗുണമുണ്ടാവും. അതുകൊണ്ട് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ തരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഉറച്ച് ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷമേ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എന്ത് കാര്യത്തിനും അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് തന്നെ അത് വിനയായി വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. വാക്കുകൾ പറയുമ്പോൾ നിയന്ത്രണങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. ഈശ്വരവിശ്വാസവും അതുവഴി ഉണ്ടാകാൻ ശ്രമിക്കണം. ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ ദോഷാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും. വേഴത്തെ പ്രസാദിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും. അപ്പം അതുകൊണ്ട് വേഴത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? നവഗ്രഹ ദോഷശാന്തി പൂജ വഴി വേഴത്തെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കും. അതുകൂടാതെ വേഴഗ്രഹത്തിൻ്റെ ദേവന്മാരായ മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയൊക്കെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയാൽ ദോഷാനുഭവത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാൻ ഈ 2026 സാധിക്കുന്നതാണ്.